കുട്ടികളായാലും അതുപോലെ തന്നെ പ്രായമായ ആളുകളായാലും എല്ലാവരും അവരുടെ ഫാൻസാണ്. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ 6 മണിയാവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. കാരണം അത് അവരുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എല്ലാ വീഡിയോയും മില്യൺ കണക്കിന് വ്യൂസ് ആണ് അല്ലേ. അപ്പം നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുന്ന ആ 2 പേര് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. അപ്പം നിങ്ങളൊക്കെ കാണാനും അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കാനും ഒപ്പം നിങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനും ഒക്കെ അവരും ഉണ്ടാകും എന്നുള്ള സന്തോഷം കൂടെ അറിയുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ യുണൈറ്റഡ് ഗ്രൂപ്പിന് പാലക്കാട് അതുപോലെ തന്നെ കാസർഗോഡ്, ബാംഗ്ലൂർ, 3 ഇടങ്ങളിലും മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. നിരവധി ആളുകളാണ് അവിടെ തൊഴിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു സന്തോഷകരമായിട്ടുള്ള വേളയുടെ ഭാഗമാകാൻ ഇന്ന് നിരവധി ആളുകളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട കലാകാരന്മാർ ഇത് എത്തിക്കഴിഞ്ഞു. ലാല മലപ്പുറം ആൻഡ് നസീർ ഷിക്കു. സോഷ്യൽ മീഡിയയിലെ പരിചിത മുഖങ്ങൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്വന്തം നസീർ ഷിക്കു ആൻഡ് ലാല മലപ്പുറം അങ്ങനെ നമ്മളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് മലപ്പുറം ഭാഷയുടെ ശൈലിയിൽ നമുക്ക് ഒരുപാട് ചിരിപ്പിക്കുന്ന നമ്മുടെ നിങ്ങളെ നേരിൽ കാണാനും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരം നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ ഓൾസോൺ പവർ ഹൗസിന്റെ ഇനാഗ്രേഷൻ സെറമണിയുടെ ഭാഗമായിട്ട് പ്ലീസ് വെൽക്കം ലാല മലപ്പുറം ആൻഡ് നസീർ ഷിക്കു. ഒരു ഗംഭീര കൈയ്യടി എല്ലാവരും ചേർന്ന് നല്ലൊരു അടിപൊളി കൈയ്യടിയോടെ നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം ലാല മലപ്പുറം ആൻഡ് നസീർ ഷിക്കു. എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ എല്ലാത്തിനുമുള്ള അവസരമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഏറെ കാത്തിരിക്കുന്ന ആ ഒരു ധന്യമായ നിമിഷം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് ശരിക്കും നമ്മളെ വീട്ടിലൊക്കെ ഇവരുടെ വീഡിയോ കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കോയാക്കാൻ്റെയും കുഞ്ഞാപ്പൂൻ്റെയും വീഡിയോ കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വരെ ഇപ്പോൾ ഇവരുടെ വീഡിയോ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയാണ് അല്ലേ. നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം ലാല മലപ്പുറം ആൻഡ് നസീർ ഷിക്കു. നിറഞ്ഞ കയ്യടിയോട് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം ഓൺ ദി സ്റ്റേജ്. പ്ലീസ് വെൽക്കം നസീർ ഷിക്കു ആൻഡ് ലാല മലപ്പുറം. ലാല മലപ്പുറം. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ സ്വന്തം ലാല മലപ്പുറം ആൻഡ് നസീർ ഷിക്കു. അങ്ങനെ പറയുന്നതിനേക്കാളും എല്ലാവർക്കും ഇഷ്ടം ശരിക്കും കൊമ്പങ്കാട് കോയയും അതുപോലെ നമ്മളെ കുഞ്ഞാപ്പൂവും എന്ന് പറയുന്നതാകും അല്ലേ. തീർച്ചയായും എല്ലാവർക്കും അറിയാം. ഇന്ന് എല്ലാ ഇനാഗ്രേഷൻ വേദികളിലും നിറസാന്നിധ്യമാണ് ഇവർ 2 പേരും. സോഷ്യൽ മീഡിയയിലും നിറസാന്നിധ്യമാണ്. ഒരുപാട് കൊച്ചുമക്കളൊക്കെ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാപ്പൂ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമുക്കറിയാം 6 മണിയാവാൻ വേണ്ടി പലരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇവരുടെ വീഡിയോ കാണാനായിട്ട്. ഇന്ന് നമ്മുടെ പല വീടുകളിലും കുട്ടികൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ കഞ്ഞി കുടിക്കണമെങ്കിൽ നമ്മളെ കുഞ്ഞാപ്പൂനെ കാണണം, അല്ലെങ്കിൽ നമ്മുടെ ലാലയെ കാണണം, കോയാക്കാനെ കാണണം എന്നുള്ള ഒരു ടോക്കാണ് അല്ലേ. നമ്മളെ കോയാക്കാന്റെ ഫാൻസ് ഒന്ന് കൈയടിച്ചേ. കോയാക്കാന്റെ ഫാൻസ്, കം ഓൺ കോയാക്കാന്റെ ഫാൻസ്. കോയാക്കാക്കും കുഞ്ഞാപ്പൂനും അങ്ങനെ ഒരുപാട് ഫാൻസുകളാണ്. പ്രായപരിധി ഇല്ലാത്ത ഒരുപാട് ഫാൻസുകൾ. അത് തന്നെ നമ്മുടെ മലപ്പുറം ഭാഷയിൽ, മലപ്പുറം സ്ലാങ്ങിലാണ് ഇവരുടെ ഓരോ തമാശകളും. മക്കളുടെ നെഞ്ചങ്ങളിൽ ഒരുപാട് നല്ല തമാശകൾ. തീർച്ചയായും അതുപോലെ തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് പല പരസ്യങ്ങളും എങ്ങനെ നമുക്ക് കാണാതിരിക്കാൻ പറ്റും അല്ലെ. അത്രയും അടിപൊളിയായിട്ട് നല്ല നല്ല കോമഡികൾ മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഏതായാലും നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ ഇവരുടെ വാക്കുകളിലേക്കായിരിക്കും. രണ്ടുപേരും ഭയങ്കര കലാകാരന്മാരാണ്. ഒരുപാട് നല്ല വേദികളിലൊക്കെ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പാടാറുണ്ട് ഇനാഗ്രേഷൻ വേദികളിലൊക്കെ. എന്തായാലും അവരുടെ മനോഹരമായിട്ടുള്ള വാക്കുകളിലേക്ക് നിങ്ങളൊക്കെ കാതോർത്തിരിക്കുക എന്നുള്ളത് അറിയാം. തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട ലാല മലപ്പുറത്തിന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്താണ് സുഖല്ലേ? എൻ്റെ സൗണ്ട് മാറിയോ? ഹലോ. എന്തോ ഒരു പഞ്ച് കൂടിയ പോലെ. എന്തായാലും
ഓസോൺ പവർ ഹൗസിൻ്റെ ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ നിലയിൽ എത്തിച്ച നമ്മളെ മുത്തുമണിയാളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു സ്റ്റേജിൽ ഞാനും ശിക്കൊന്നും നിൽക്കൂല. നിങ്ങളെ കട്ട സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഞാനും പിന്നെ അടിച്ചിട്ട് ഇപ്പം വീണു. അത് നിങ്ങൾ കാണാൻ ആളുണ്ടായതുകൊണ്ടല്ലേ, അതിന് ചിരിക്കാനും അത് സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടായതുകൊണ്ടാണ്. എല്ലാവരും നമുക്ക് ഒരു ബാഡ് കമൻറ്റ് ഇല്ലാത്ത നല്ല കമൻറ്റുകൾ തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതും നമുക്ക് വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഉത്തേജനം തരുന്നത് നിങ്ങൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇവിടുന്ന് അടിക്കണില്ല കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് സംസാരിച്ച ഈ ആങ്കർ നമ്മളെ 2 വീഡിയോയിൽ എൻ്റെ കോയാക്കാൻ്റെ മകളായിട്ട് മോളുട്ടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നീ നാളെ വരാൻ പോണ വീഡിയോയിലും ഉണ്ട്. അതും കൂടെ പറയണേ. പിന്നെ ഇല്ല, സൈനനെ കൊണ്ടുവരാനാവണുള്ളൂ. സൈനനെ ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ എത്തും, എന്തായാലും എത്തും. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് നേരം സിക്കും കൂടെ സംസാരിച്ചോട്ടെ. ഓക്കെ സിക്കു. അസ്സലാമു അലൈക്കും. ആ എല്ലാവരും ഉഷാറല്ലേ? ഹാപ്പി അല്ലേ? കോയൊക്കെ പറഞ്ഞ തന്നെ എനിക്കും പറയാനുള്ളൂ. അത് പറ്റൂല? ഞാൻ എന്താ പറയണ്ടേ? ഇപ്പച്ച പോരെ? ഇനി എന്താ പറയാനുള്ളത്? അടിയൊക്കെ ഇപ്പൊ കിട്ടിയാൽ ഞാൻ ഇവിടെ കിടക്കും, അത് വേണ്ട. പിന്നെ ഇപ്പച്ചീനോട് പറയുന്നോ? ആ ഓട്ടച്ചെരുപ്പ്. അപ്പോൾ വെറൈറ്റി വീഡിയോസുകൾ ഇനിയും വരും, ഓരോരോ വേഷത്തിനും ഭാവത്തിലൊക്കെ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതുവരെ എത്തിയതൊക്കെ. എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. പാട്ടും മിമിക്രിയും ഡാൻസൊക്കെ വേണ്ടേ? എന്നാലല്ലേ നിങ്ങളൊന്ന് ഉഷാറാവുക. എന്നാൽ 2 വരിയൊന്നും ഞാൻ പാടി തന്നാലോ? നിങ്ങൾക്കൊക്കെ അറിയണ പാട്ടച്ച് പാട്ടാടാനൊന്നും അറിയില്ല, എന്നാലും 2 വരി പാടട്ടെ. അക്കരെ കാവിലെ ചക്കര മാവിലെ കാക്കച്ചി പെണ്ണിനു കല്യാണം ചുണ്ടലി അവിടെ എന്തുണ്ടടി അവൻ്റെ അടി അത് മാണ്ടടി. അപ്പോ കോയക്ക വരി. കുഞ്ഞപ്പോ എന്താണ്? ആ എന്താണ് നിങ്ങളെ പറയ? എന്താ ഇപ്പൊ ചെയ്യേണ്ട? പാട്ടോ മിമിക്രി എന്താ വേണ്ട? മിമിക്രി കുഞ്ഞപ്പോ. ആ മമ്മൂട്ടിയോ? മമ്മൂട്ടിയൊക്കെ അടിച്ചുകാട്ട് പറപ്പിച്ചാൻ വേണ്ടിട്ട് മമ്മൂട്ടിന്റെ സൗണ്ട് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മണിച്ചിത്രത്തായാലും പപ്പു ചേട്ടന്റെ സൗണ്ട് ഒക്കെ എടുത്തെടുത്തോ. അത് മതി പോരെ? കലക്കനറിയും നല്ല സപ്പോർട്ട് വേണം. ഒരു പടക്കം കയ്യടി ആദ്യം വരട്ടെ. ആ ഒരു മണിച്ചിത്രത്തായന്റെ ഒരു മ്യൂസിക് ചെറുതായിട്ട് അങ്ങനെ പൂസിക്കും. ഓക്കെ അല്ലേ? മണിച്ചിത്രത്തായിലെ പപ്പുച്ചേട്ടന്റെ വോയിസ്. ഓക്കെ. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എൻ്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തേറുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിൻ്റെ ബലം കൊണ്ടാ 4 തകിട് കുഴിച്ചിട്ടുണ്ട്. എൻ്റെ ഈ തകിടത്ര മോശമൊന്നല്ല. കൊര 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 താമരശ്ശേരി ചൊരോ. താങ്ക് യു വെരി മച്ച്. കയ്യടി കൊടുക്കി പോരാ. ആ അതാണ് ഇപ്പൊ പൊളിച്ച്. ഇനി എന്താ വേണോ? ആ പറ. ആ എന്താണ് പപ്പ പറഞ്ഞോളേ. ആ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായോ? എന്നാൽ ഒരു പടക്കം പൊടുന്ന പോലെ ഒരു കയ്യടി അടിച്ചേ. യെസ്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. നമുക്കറിയാം നമ്മുടെ ലാല അടിപൊളി സിംഗറാണ്. പിന്നെ നമ്മളെ ഷിക്കുവിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കോമഡി ഉത്സവത്തിലൊക്കെ വന്ന നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ലാലന്റെ പാട്ട് കേൾക്കാതെ എങ്ങനെയല്ലേ നമ്മളെ പുത്തനത്താണിന്ന് അങ്ങോട്ട് പോവാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ലാല
നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരുപാട് ഗായകർ ഇവിടെ ഉണ്ട്, അവരെയും കൂടെ നമ്മൾ വിളിക്കുകയാണ്. ഒപ്പം നമ്മളെ ലാലയും ഷിക്കു കൂടി ചേർന്ന് നമുക്കൊരു കിടിലൻ പാട്ട് സമ്മാനിക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി? നന്നായിട്ടൊന്ന് കൈയടിച്ചെന്നാൽ. ഓക്കെ, എന്തായാലും നമ്മുടെ പാട്ടുകാരൊക്കെ ഒന്ന് വേദിയിലേക്ക് വിളിക്കാം. ഓക്കെ, ഫാസില സിംഗറാണ് ആകെ ഒന്ന് എല്ലാരും കൂടെ ഹെൽപ്പ് ചെയ്താ. മുത്തുമണിയെ ഡാ, ഓക്കെ, ഒരു മിമിക്രി കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞാപ്പൂന്റെ. ഒന്നോ രണ്ടോ എടുത്തോ. പാട്ട് പാടാൻ വയ്ക്കുന്ന അറിയുന്ന ആൾക്കാർ പോലും. കുഞ്ഞാപ്പൂന്റെ ഒരു മിമിക്രി കൂടി ഉണ്ട്. വേണ്ടേ? ഒന്ന് കൈയടിച്ച് എല്ലാരും ചേർന്നുകൊണ്ട്. ഓക്കെ, ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ സിനിമ കണ്ടുണ്ടോ? പോലീസൊക്കെ ആയിട്ട്. ആ ആ ആ ആ അതില് പോലീസ് സ്റ്റേഷനിക്ക് വരുന്ന 2 പെണ്ണുങ്ങളുണ്ട്, കണ്ടുണ്ടോ? ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ സിനിമയിൽ പോലീസ് സ്റ്റേഷനിക്ക് വരുന്ന 2 പെണ്ണുങ്ങൾ. അതിൽ ഒന്നിൻ്റെ സൗണ്ട് ഞാൻ എടുക്കാം. കറക്റ്റാണെന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ? ഉറപ്പാ? കനകാംബരൻ ഞങ്ങളുടെ അയൽവരത്തന്നെയാണ് സാറേ. അവനെപ്പം നോക്കിയാലും കുളിക്കണം. കുളിക്കുമ്പോൾ തുണിമണി ഇല്ലാതാണ് സാറേ കുളിക്കാറ്. തുണിമണി ഇല്ലെങ്കിൽ അങ്ങോട്ട് നോക്കാതിരുന്നാ പോരെ? നോക്കാതിരുന്ന ശൂശു എന്ന് വിളിക്കും സാറേ. ശൂഷു എന്ന് വിളിച്ചാൽ നോക്കിപ്പോലെ. ഇവന് കാണാൻ എങ്ങനെയാണ്? കാണാനും പൊക്കം കുറഞ്ഞ് കറുത്തിരുണ്ട് ഒരു മാക്കാച്ചി തലേനെ പോലെ അല്ലടി. ആ ഒരു മാക്കാച്ചി തലേനെ പോലെ ഇരിക്കണവനാണ് സാറേ. സാറിൻ്റെ പേര് മിന്നി എന്നല്ലേ? പെണ്ണുങ്ങളെ പേരാണല്ലോ സാറേ. ഒന്ന് പോ സാറേ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട സിംഗേഴ്സിനെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്തായാലും അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസില ബാനു ആൻഡ് ജിതിൻ, പ്ലീസ് വെൽക്കം. കണക്ടറല്ലേ കണക്ടർ. ഹലോ. ഹലോ 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 ഹലോ. ഒരു വയറെത്താണ്ട് അതിന്റെ ഇതാട്ടോ വരും വരും. ഹലോ 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 ഹലോ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ കോയാക്കാന്റെയും കുഞ്ഞാപ്പൂന്റെയും പാട്ട് ഇതൊക്കെ കുത്തനെ കേൾക്കാനാണ്. കണ്ടാ വിചാരിച്ച നമ്മള് പേരും പാട്ടുകാരാണ്. ഇതൊക്കെ പണി പാടട്ടെ. ഇത് പഠിച്ചിട്ടും കൂടി ഇല്ല. അപ്പൊ വെറുതെ ഇപ്പൊ പിടിച്ചുണ്ടാക്കിയ സാധനമാണ്. നിങ്ങളൊന്ന് അടുത്തേക്ക് നിൽക്കുക വാമത്തെ, അല്ലെങ്കിൽ ആകെ കൈക്കൊന്ന് പോകും. സത്യം പറയാം, ഗായകരും അതുപോലെ തന്നെ ഇത് അറിഞ്ഞിട്ടല്ല. ഇത് ആരോ ഒരാള് നമ്മള് പാടുന്നത് വീഡിയോയിൽ ഇട്ടതാണ്. അതിനുശേഷം ഏത് സിനിമ പോയാലും ഞാൻ വലിയ പാട്ടുകാരനാ. ആ വീഡിയോയിൽ ഇട്ട ആളൊക്കെ ഇവിടെ ഉണ്ട്. അല്ല, ഇവരെ അധികം പാട്ട് പാടാൻ പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂല. കാരണം ഞങ്ങളുടെ പണി പോകുന്നതിന് കുറെ ആളുകൾ കമന്റ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഞങ്ങൾ കൂടെ നിൽക്കും. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് പാടാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ? ഓക്കെ അല്ലേ? ശിഖു തുടങ്ങല്ലേ? ഒന്നും നോക്കണ്ട, ഇനി വരുന്നോട് വെച്ച് കാണാം. ഓക്കെ, അടുത്ത് നിന്നാട്ടോ. കൈയടിക്ക് കൈയടിക്ക്. ഇളമൈ ഇതോ ഇതോ ഇനിമൈ ഇതോ ഇതോ ഇളമൈ ഇതോ ഇതോ ഇനിമൈ ഇതോ ഇതോ. காலேஜ் கீழேஜ் பெண்கள் எல்லோரும் என் மீது கண்கள். இளமை இதோ இதோ இனிமை இதோ இதோ இளமை இதோ இதோ இனிமை இதோ இதோ. Everybody, hello.
കുതിച്ച് പായും മാര പട്ടുകുപ്പായക്കാരാ നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം കുയിലിനെ തേടി കുതിച്ചു പായും മാര പട്ടുകുപ്പായക്കാരാ നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം ഡാൻസ് കളിക്കോ? ആ ആലാരെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളന്താ. ആലാരെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളന്താ. ഇടിമിന്നലടിക്കും മേഘത്തിൽ മിന്നി വിളങ്ങും ഗോവിന്ദ ഗംഗത്തിൽ പാഞ്ഞെത്തി മംഗളവും ഗോവിന്ദ. രാധേ പോലെ തൊട്ടുന്ന് നേരോ നെഞ്ചിൽ കൊള്ളാട്ടം. ഗോവിന്ദ ആനന്ദ ഗോവിന്ദ ആനന്ദത്തിനുണ്ടാ ഗോവിന്ദ. ഗോവിന്ദ ആനന്ദ ഗോവിന്ദ ആലോരം പേരുട്ടാ മഹാഗോവിന്ദ. നല്ലൊരു കൈയ്യടി കൊടുക്കണം. താത്തമാരും ഒന്ന് കൈയ്യടിച്ച് ഉഷാറായിട്ട്. దేవుడా ఎഴുమల దేవుడా చూడుడా యంగవక్కం చూడుడా. దేవుడా ఎഴുమల దేవుడా చూடுடா எங்கவக்கம் చూடுடா. எங்காடு உள்ளங்கள் எல்லாமே வைரங்கள் நீ கொஞ்சம் பட்ட திட்டட்டா. எங்காடு உள்ளங்கள் எல்லாமே வைரங்கள் நீ கொஞ்சம் பட்ட திட்டட்டா. சத்தியெல்லாம் ஒன்று சேர்ந்தாலே சொர்க்கம் வரும் இந்த மண் மேலே. దేవుడా ఏడుమాల దేవుడా చూడుడా ఎంగవక్కం చూడుడా. ഞാനും എൻ്റെ അളിയനും കൂടി വീട്ടുവരമ്പേ പോകുമ്പോ വീട്ടുവരമ്പത്തൊരു ചേനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ ചെറുവടി പോലൊരു കുറുവടി കൊണ്ട് എൻ്റെ അമ്മോശൻ വന്നേ. ഞാനും എൻ്റെ അളിയനും കൂടി വീട്ടുവരമ്പേ പോകുമ്പോ വീട്ടുവരമ്പത്തൊരു ചേനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് വാലെടുത്ത് വന്നപ്പോ കുറുവടി പോലൊരു കുറുവടി കൊണ്ട് എൻ്റെ അമ്മോശൻ വന്നേ. വെള്ളക്കാരൻ സായ്പാമ്പ്രാക്കൻ വല്ലാത്തൊരു സൂത്രക്കാരൻ നേരത്തെ പോലൊരു തീവണ്ടിയല്ലേ കൂകിപ്പായണത്. വെള്ളക്കാരൻ സായ്പാമ്പ്രാക്കൻ വല്ലാത്തൊരു സൂത്രക്കാരൻ നേരത്തെ പോലൊരു തീവണ്ടിയല്ലേ കൂകിപ്പായണത്. കാര്യം നടത്താൻ നാട്ടാരെ തൂക്കിക്കൊല്ലാൻ മരിച്ചത് അന്ന നമ്മള് കൊണ്ടുപോകും കോഴിക്കോട്ടേക്ക്. കാര്യം നടത്താൻ നാട്ടാരെ തൂക്കിക്കൊല്ലാൻ മരിച്ചത് അന്ന നമ്മള് കൊണ്ടുപോകും കോഴിക്കോട്ടേക്ക്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്തായാലും നമ്മളെ ഫാസില പറഞ്ഞത് വെറുതെ അല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? ഇഷ്ടായോ എല്ലാവർക്കും? നല്ലൊരു കയ്യടി കൊടുത്തേ. ഓക്കെ, എന്തായാലും ഓസോൺ പവർ ഹൗസിന്റെ പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ് എല്ലാ മെമ്പേഴ്സും വേദിയിലേക്ക് വരിക. നമ്മുടെ യുണൈറ്റഡ് ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഡയറക്ടേഴ്സിനെ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഓസോൺ ട്യൂബുലാർ ബാറ്ററി, അതും ഉയർന്ന ഗുണമേന്മയിലും അതുപോലെ തന്നെ മിതമായ നിരക്കിലുമാണ് ഈ ഒരു ട്യൂബുലാർ ബാറ്ററി നിങ്ങൾക്ക് സ്വന്തമാകാൻ പോകുന്നത്. ചെറിയ രീതിയിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തുടങ്ങി ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും GCC കൺട്രീസിലും എല്ലാം വ്യാപിച്ചു കിടക്കുന്ന ഒരു
വലിയ ബ്രാൻഡായി മാറിയിരിക്കുകയാണ് നമ്മുടെ യുണൈറ്റഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള യുണൈറ്റഡ് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ഓസോൺ ട്യൂബുലാർ ബാറ്ററി അങ്ങനെ നമുക്ക് സ്വന്തമായിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചരിത്രമുറങ്ങുന്ന നമ്മുടെ പുത്തനത്താണിക്കാർക്ക് അങ്ങനെ വീണ്ടും ഒരു പുതിയ ചരിത്രം കൂടി ഓസോൺ ട്യൂബുലാർ ബാറ്ററി. അപ്പോൾ ഇനി നമ്മളെ ഗസ്റ്റ് നമ്മുടെ ലാലയും അതുപോലെ തന്നെ ഷിക്കുവും നമ്മളെ ഓസോൺ ട്യൂബുലാർ ബാറ്ററിയുടെ thank you. ഓഫീസ് സന്ദർശിക്കുകയാണ്.